ആപ്പിൾ വാച്ചിൽ എങ്ങനെ നമുക്ക് ചില ഷോർട്ട് കട്ട്സ് ആഡ് ചെയ്ത് നമുക്ക് ഈ ഒരു വാച്ച് ഫേസ് കുറച്ചും കൂടെ യൂസ്ഫുൾ ആക്കാൻ പറ്റുമെന്നാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായ പ്രൈഡ് വാച്ച് ഫേസ് ആണ്. ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആനിമേഷൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആനിമേഷൻ മാത്രമേ നമുക്ക് ഈ ഒരു വാച്ച് ഫേസിൽ വരുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് ഈ ഒരു വാച്ച് ഫേസിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വാച്ച് ഫേസിൽ എങ്ങനെ നമുക്ക് കോംപ്ലിക്കേഷൻസ് ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് വാച്ചിലും ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് ഐഫോണിലും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് ഐഫോണിൽ വാച്ച് ആപ്പ് ഓപ്പൺ ചെയ്യുക. വാച്ച് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കാണാനായിട്ട് ഫേസ് ഗാലറി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുള്ള വാച്ച് ഫേസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഞാൻ ഇപ്പം ഈ ഒരു പ്രൈഡ് സെലിബ്രേഷനുള്ള ആ ഒരു വാച്ച് ഫേസാണ് കോംപ്ലിക്കേഷൻസ് ആഡ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന വാച്ച് ഫേസ് ഇവിടെ സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പം എൻ്റെ വാച്ച് ഫേസ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രൈഡ് വാച്ച് ഫേസാണ് ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താഴേക്ക് വന്നാൽ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡാർക്ക് മോഡ് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഡാർക്ക് മോഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് സെക്ഷൻ വരുന്നതായിരിക്കും. ലൈറ്റ് മോഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് മോഡിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ ഫോണിലെല്ലാം ഡാർക്ക് മോഡാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ ഡാർക്ക് സെക്ഷനാണ് എടുക്കുന്നത്. താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു വാച്ച് ഫേസിൻ്റെ കുറച്ച് സ്റ്റൈൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ആനിമേഷൻ വേണ്ട, നമ്മുടെ നോർമലായിട്ടുള്ള വാച്ച് രീതിയിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും വരുന്നുണ്ട്. ജസ്റ്റ് ലൈൻസ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് നമ്പേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കോംപ്ലിക്കേഷൻസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കോംപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ടോപ്പ് ലെഫ്റ്റ് ഉണ്ട്, ടോപ്പ് റൈറ്റ് ഉണ്ട്, ബോട്ടം ലെഫ്റ്റ് ഉണ്ട്, ബോട്ടം റൈറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് സബ് ഡയൽ ടോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സബ് ഡയൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡേറ്റിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്, അതിനാണ് സബ് ഡയൽ എന്ന് പറയുന്നത്. സബ് ഡയൽ ടോപ്പ് അതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണ്ടുന്ന ആപ്സ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ നോർമലി യൂസ് ചെയ്യുന്ന കോംപ്ലിക്കേഷൻസ് ആണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ ടോപ്പ് ലെഫ്റ്റിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ടോപ്പ് ലെഫ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഏതാണെന്ന് വെച്ചാൽ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ടോപ്പ് ലെഫ്റ്റിൽ ഞാൻ എപ്പോഴും എൻ്റെ ഡേറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ടുഡേയ്സ് ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ് നമുക്കിവിടെ മുകളിൽ വരുന്നതായിരിക്കും. റൈറ്റ് സൈഡിൽ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ബാറ്ററി ആയിരിക്കും. അപ്പം ജസ്റ്റ് താഴേക്ക് വരിക. നിങ്ങൾക്ക് വേണ്ടുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഇപ്പം ബാറ്ററിയാണ് സെലക്ട് ചെയ്യുന്നത്. ബാറ്ററി സെലക്ട് ചെയ്തിട്ടുണ്ട്, ബാറ്ററി വന്നിട്ടുണ്ട്. ബോട്ടം ലെഫ്റ്റ് ഇവിടെ ടൈമറാണ് സെലക്ട് ചെയ്ത് ചെയ്യുന്നത്. ഞാൻ ബോട്ടം ലെഫ്റ്റിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഷസാമാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ എനിക്ക് അവിടെ പ്ലേ ആവുന്നൊരു സോങ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഞാൻ ഷസാം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷസാം നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. ഇവിടെ കണ്ടും ഷസാം വന്നിട്ടുണ്ട്. ഷസാം എടുത്തു കഴിഞ്ഞാൽ ഷസാമിൻ്റെ ഷോർട്ട് കട്ട് അവിടെ വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ബോട്ടം റൈറ്റിൽ വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ മ്യൂസിക് ആപ്പാണ് ഞാൻ എൻ്റെ ബോട്ടം റൈറ്റിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് മ്യൂസിക് ഒന്ന് സെലക്ട് ചെയ്യാം. ഞാൻ മ്യൂസിക് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സബ് ഡയൽ ടോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കിട്ടുന്നതായിരിക്കും. ഇവിടെ കണ്ട് നമുക്ക് ഡിജിറ്റൽ ടൈം ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്, മോണോഗ്രാം ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്, പിന്നെ നമുക്ക് ഇന്നത്തെ ഡേറ്റും ഇതിനകത്ത് ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ നമുക്കിവിടെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോണോഗ്രാം എന്ന് പറയുന്നത് കുറച്ചും കൂടെ പേഴ്സണലായിട്ട് നിങ്ങളുടെ വാച്ച് ഫേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നിങ്ങൾക്ക് മോണോഗ്രാമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് ഇതിനകത്ത് ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് മോണോഗ്രാം സെലക്ട് ചെയ്തിട്ട് മൈ വാച്ച് സെക്ഷൻ എടുക്കുക. എന്നിട്ട് നേരെ താഴേക്ക് വന്നിട്ട് ക്ലോക്ക് സെലക്ട് ചെയ്യുക. ക്ലോക്ക് സെലക്ട് ചെയ്ത് താഴേക്ക് വന്നാൽ നിങ്ങളുടെ കണ്ടിട്ട് മോണോഗ്രാം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 ലെറ്റർ അടുപ്പിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് എൻ്റർ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ ഈ ഒരു മോണോഗ്രാം സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് 5 ലെറ്റർ നിങ്ങൾക്ക് ആഡ് ചെയ്ത് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് മല്ലു എന്ന് അടിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ലെറ്ററും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് മല്ലു എന്ന് അടിച്ചിട്ട് ഒരു ഡോളർ സിമ്പിളും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ബാക്ക് കൊടുക്കുക. ഇവിടെ കണ്ടിട്ട് നമ്മുടെ പേര് കൂടെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് എൻ്റെ വാച്ച് ഫേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മല്ലു എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ ഒരു വാച്ച് ഫേസ് കുറച്ചും കൂടെ ഒന്ന് നിങ്ങളുടേതായ രീതിയിൽ പേഴ്സണലൈസ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വാച്ച് ഫേസിൽ കോംപ്ലിക്കേഷൻസ് ആഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൊണ്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സീ യു.